സെക്ഷൻ 26 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കൂടെ കൂട്ടി നമ്മൾ സെക്ഷൻ 26 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്ഷൻ 27 മുതലാണ് പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പുതിയൊരു ചാപ്റ്റർ ആണ്. മാനേജ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, യൂണിവേഴ്സിറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പെട്ടെന്ന് നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. സെക്ഷൻ 27 പറയുന്നത് 26 വരെ നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 27 പറയുന്നത് ജനറൽ ബോഡി. ഓക്കെ, ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയാം? ജനറൽ ബോഡി എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയാം. ഇവിടെ പറയുന്ന ജനറൽ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് ദ സുപ്രീം അതോറിറ്റി ഓർ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും അധികാരമുള്ളത് ആർക്കാണ്? മാനേജിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രാർക്കോ, രജിസ്ട്രാർ അല്ല, നമ്മുടെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഒന്നുമല്ല, നമ്മുടെ ജനറൽ ബോഡിക്കാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതൊരു മെമ്പേഴ്സും, എല്ലാ മെമ്പേഴ്സും, all members attend the general body and voting except nominal or associate members എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും എന്നുള്ള അധികാരമുണ്ട് നമ്മുടെ ജനറൽ ബോഡി അറ്റൻഡ് ചെയ്യാനും ആ ജനറൽ ബോഡിയിൽ മീറ്റിംഗിൽ വോട്ട് ചെയ്യാനും. നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാ മെമ്പേഴ്സിനുണ്ട് എക്സെപ്റ്റ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, അതിൽ വോട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പ്രോക്സി ഈസ് നോട്ട് അലൗഡ് ഇൻ ദി ജനറൽ ബോഡി. ആരാ അലൗഡ് അല്ല? പ്രോക്സി അലൗഡ് അല്ല. ആരാണ് പ്രോക്സി എന്ന് അറിയാം. ആരാണ് പ്രോക്സി? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പകരം അവര് വേറൊരാളെ ഏൽപ്പിക്കാം. ഒരു പകരക്കാരനെ ഇവിടെ പാടില്ല, നമ്മുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ പാടില്ല. ഒറിജിനൽ മെമ്പർ തന്നെ വരണം. ഓക്കെ, ഇതാണ് ഒരു ജനറൽ ബോഡി എന്ന് പറഞ്ഞാല്. ഓക്കെ, ഈ ഒരു ജനറൽ ബോഡി കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ 27 സബ്സെക്ഷൻ 2 and 3 പറയുന്നുണ്ട് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. ഓക്കെ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 തന്നെയാണ്, പക്ഷേ സബ്സെക്ഷൻ 2, 3 ഇതിലാണ് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. ഇവിടെ പറയുന്നത്, ഈ സെക്ഷനിൽ പറയുന്നത്, ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്മോളർ ജനറൽ ബോഡി കോൾഡ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. നമ്മുടെ ജനറൽ ബോഡിക്ക് ഒരു ചെറിയ ജനറൽ ബോഡിനെ എന്ത് ചെയ്യാൻ കഴിയും? ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ജനറൽ ബോഡിയിൽ വലിയ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒക്കെ വലുതാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അത്യാവശ്യം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അത്രയും ആളുകളുടെ എണ്ണം കുറച്ച് ഒരു ചെറിയ ആളുകളെ ആക്കും. ഇതിനാണ് എന്ത് പറയാ? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയാം. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, where the area of operation of the society, one taluk or more than one taluk, and the total number of members not less than 1000. ഓക്കെ, എന്ത് ചെയ്യാം? നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന പരിധിയാണ് ഒരു താലൂക്കോ അല്ലെങ്കിൽ ഒരു താലൂക്കിൽ കൂടുതലോ ആണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി നമ്മുടെ സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന്റെ എണ്ണം, നമ്മുടെ സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 1000-ൽ കുറയാതെ 1000-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ജനറൽ ബോഡീനെ, ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി സാധാരണ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുന്ന സമയത്ത്, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരു 50 ആളുകൾക്ക് പകരം ഒരാൾ, അല്ലെങ്കിൽ 100 ആളുകൾക്ക് പകരം ഒരാൾ. ഇപ്പൊ ഒരു 2000 ആളുണ്ടെന്ന് വെക്കാം, 50 ആളുകൾക്ക് പകരം എന്ത് ചെയ്യാണ്? ഒരാൾ വെക്കാം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ 2000 ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ 50 ആളുകൾക്ക് പകരം ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു നമ്പറോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു നോംസ് താഴെ പറയുന്നുണ്ട്. എന്താ നോംസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് 50 ഇൻ ദി കേസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 2500. ഓക്കെ, എന്ത് ചെയ്യാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ സൊസൈറ്റിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 2500-ൽ താഴെയാണെങ്കിൽ 50 ആളുകൾക്ക് പകരം ഒരാൾ എന്നുള്ള നിലയിൽ ഇവിടെ പങ്കെടുത്താൽ മതി, നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുത്താൽ മതി. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ട്, 200 ഇൻ ദി കേസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എബവ് 2500 ബട്ട് ബിലോ 10,000. ഓക്കെ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 2500-ൽ കൂടുതലുമാണ്, പക്ഷെ 10,000-ൽ കൂടിയിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 200 ആളുകൾക്ക് പകരം ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും. ഇങ്ങനെ ചോദിച്ചാൽ 2500-ൽ കൂടുതൽ ആളുകളാണ്, 10,000-ൽ കൂടുതൽ നമ്മുടെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് 200 മെമ്പേഴ്സിന് പകരം ഒരാൾ മീറ്റിംഗിൽ പങ്കെടുത്താൽ മതി. ഓക്കെ, ഒരു മൂന്നാമത്തെ പോയിന്റ് പറയുന്നുണ്ട്,
500 ഇൻ എനി അതർ കേസ് എന്ന് പറഞ്ഞാൽ 10,000-ൽ കൂടുതലാണ് നമ്മുടെ മെമ്പേഴ്സിന്റെ എണ്ണം, നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ആണെങ്കിൽ 500 ആളുകൾക്ക് പകരം ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരാൾ പങ്കെടുത്താൽ മതി. ഇത് ഇങ്ങനെയാണ് ഒരു റെപ്രസെന്റേഷൻ നോംസ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനിൽ പറയുന്ന കാര്യം, സെക്ഷൻ 28 പറയുന്ന ഒരു കാര്യം മാനേജ്മെന്റ് കമ്മിറ്റി. ഓക്കെ, മാനേജ്മെന്റ് കമ്മിറ്റി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് The general body of a society shall constitute a committee for a period not exceeding 5 years. ഓക്കെ, എന്ത് ചെയ്യാണ് നമുക്ക് നമ്മുടെ ജനറൽ ബോഡിക്ക് എന്ത് ചെയ്യാം, ഒരു 5 വർഷത്തിൽ കൂടാതെ ഓഫീസ് ടൈമുള്ള അല്ലെങ്കിൽ പ്രവർത്തന പരിധിയുള്ള ഒരു കമ്മിറ്റീനെ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം, നമ്മുടെ ജനറൽ ബോഡിക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ദ അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ടു സച്ച് കമ്മിറ്റി. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ആരാണെങ്കിൽ നോക്കുക, ജനറൽ ബോഡിക്ക് നോക്കാൻ കഴിയില്ല. കാരണം ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ, ഒരു കൂട്ടായ്മയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല, ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ കാര്യം നിർവഹിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് ചെറിയൊരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. ആ കമ്മിറ്റിയുടെ പേരാണ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയാം. ഈ കമ്മിറ്റിയിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രൈമറി സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി ഒരു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ 15-ൽ കൂടാനും പാടില്ല, 7 കുറയാനും പാടില്ല. എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണം 7 കുറയാനും പാടില്ല, 15-ൽ കൂടാനും പാടില്ല. ഒരു പ്രൈമറി സൊസൈറ്റിയുടെ കേസിൽ 7 മുതൽ 15 വരെ ആളുകളെ നമുക്ക് എവിടെ പറ്റും, ഒരു കമ്മിറ്റിയിൽ പറ്റും, ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയിൽ പറ്റും. ഇവരാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുക. മാനേജ്മെന്റ് കാര്യങ്ങളും ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ചെയ്യുക. മാത്രമല്ല ഈ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ഒരു മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അവരിൽ നിന്നാണ് ആര് തെരഞ്ഞെടുക്കുക, നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുക. ഇതാണ് സെക്ഷൻ 28 പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി താഴെ പറയുന്നത് അഡ്വോക്ക് കമ്മിറ്റി. അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൊസൈറ്റി ഒരു പുതിയൊരു സൊസൈറ്റിയാണ്, രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റി ആണ്. ആ സമയത്ത് എന്തില്ല, നമുക്ക് മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ജനറൽ ബോഡിയെ അപ്പോയിന്റ് ചെയ്യാനോ ഒന്നും പറ്റൂല. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, നമ്മുടെ രജിസ്ട്രേഷൻ നോംസിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ ആരൊക്കെയാണോ സൈൻ ചെയ്തത് ഇവരെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു താൽക്കാലിക ജനറൽ ബോഡി താൽക്കാലിക കമ്മിറ്റി എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. ശരിക്കും നമ്മളൊരു പുതിയൊരു സൊസൈറ്റി ആണ സമയത്ത് നമുക്ക് എന്തില്ല, നമുക്ക് സാധാരണ കമ്മിറ്റി, ഒരു മാനേജിംഗ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒന്നും സാധാരണ രീതിയിൽ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റൂല. ഈ ഒരു കേസിൽ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ സൊസൈറ്റിയിലെ ആപ്ലിക്കേഷൻ, രജിസ്ട്രേഷനിലെ ആപ്ലിക്കേഷനിൽ ആരൊക്കെയാണോ ഉള്ളത്, ആരൊക്കെ പേരാണുള്ളത്, ആരൊക്കെ സൈൻ ആണുള്ളത്, ഇവരെ വെച്ചാണ് എന്ത് ചെയ്യും, ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആളുകളെ എടുത്തിട്ട് ഒരു താൽക്കാലിക മാനേജിംഗ് കമ്മിറ്റീനെ ക്രിയേറ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയാം. നമ്മുടെ സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ കിട്ടി 3 മാസം വരെയാണ് ഈ അഡ്വോക്ക് കമ്മിറ്റി അല്ലെങ്കിൽ താൽക്കാലിക മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂറേഷൻ. അത്ര വരെ പാടുള്ളൂ, 3 മാസം വരെ പാടുള്ളൂ. അതിനുശേഷം അതിന്റെ മുന്നേ എന്ത് ചെയ്യണം, ഒരു ഒറിജിനൽ മാനേജിംഗ് കമ്മിറ്റിയെ നമ്മൾ കണ്ടെത്തണം. ഇനിയിപ്പോ അത്യാവശ്യമാണെങ്കിൽ ഈ ഒരു 3 മാസം എന്നുള്ള കാര്യം ആർക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റും, നമ്മുടെ രജിസ്ട്രാർക്ക് ആ ഒരു 3 മാസം എന്നുള്ള ടേംസ് കൂട്ടിക്കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി. നമ്മൾ സെക്ഷൻ 28 പ്രകാരം മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞതാണ്. ഇനി മാനേജിംഗ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ജോലികൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ടു ഫോർമുലേറ്റ് പ്ലാൻസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്ലാൻസ് ആര് ക്രിയേറ്റ് ചെയ്യും, ഈ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുക. പ്ലാൻസ് ഓഫ് ക്രിയേറ്റ് ചെയ്യുക ഇവരാണ്. അവരുടെ രണ്ടാമത്തെ ഒരു ജോലിയാണ് ടു ഫ്രെയിം പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയർ എക്സെട്ര ഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് ദി ഗോൾ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോളിസീസും പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആര് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അവരുടെ മൂന്നാമത്തെ ഒരു ജോലി ഫംഗ്ഷൻ ആണ് ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ സക്സസ്ഫുൾ വർക്കിംഗ്. ഇവരെന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആരാണ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അറിയാം എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കും, ഒരു മാനേജർ ആണെങ്കിൽ അപ്പർ അതോറിറ്റി മാനേജർ ആണെങ്കിൽ താഴെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരിക്കും, പിന്നെ എന്തായിരിക്കും ഫംഗ്ഷണൽ ലെവൽ കമ്പനിയുടെ കേസിലാകുമ്പോൾ മാനേജർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ MD ഉണ്ടായിരിക്കും. ഓക്കെ, ഫംഗ്ഷണൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ താഴെ എന്തുണ്ടായിരിക്കും സൂപ്പർവൈസിംഗ് മാനേജേഴ്സ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അതിന്റെ താഴെ നമ്മുടെ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു കമ്പനിയുടെ ഫംഗ്ഷണൽ ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. ഇങ്ങനൊരു സ്ട്രക്ചർ ആര് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ളത്. എങ്ങനെയാണോ ആവശ്യം അതുപോലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഓക്കെ, അവരുടെ ഒരു മൂന്നാമത്തെ ജോലിയാണ്. ഓക്കെ, അവരുടെ നാലാമത്തെ ഒരു ഫംഗ്ഷൻ ആണ് ടു ടേക്ക് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ.
നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ തീരുമാനങ്ങൾ ആരെടുക്കണം? നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി എടുക്കണം. ഓക്കെ, അവരുടെ അഞ്ചാമത്തെ ഒരു ജോലിയാണ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഭരണകാര്യങ്ങളിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളോ ഒക്കെ എടുക്കേണ്ടത് ആരാണ്? നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. പിന്നെ അവരുടെ അവസാനത്തെ ഒരു ജോലിയാണ്, ആറാമത്തെ ജോലിയാണ് ടു കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് എന്തുണ്ട്? ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് നമ്മളത്. പല കാര്യങ്ങളും പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഇങ്ങനെ ഒരു 6 ഫംഗ്ഷനാണ് നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷനായിട്ട് കൊടുക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഒന്നല്ല ഒന്നും കൂടെ കേട്ടോ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു സിമ്പിൾ തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നമ്പർ തന്നാൽ മതി, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടി സൗകര്യത്തിന് വേണമെങ്കിൽ ക്ലാസ് നമ്പറും പേരും ഒരുമിച്ച് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇത് കമന്റ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ നോട്ടും കറക്റ്റ് സമയത്ത് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും, എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മൊത്തമായിട്ട് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രാവശ്യം എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഒന്നും കൂടെ നന്നായിട്ട് തന്നെ കാണാം. പല സംശയമാണെങ്കിലും ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ കാണാം.